ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ വികസനവും സംസ്ഥാന സർക്കാരിന്റെ വികസനവും ഒരേപോലെ റോഡ് മേഖലയിൽ പോകുന്ന ഒരു പ്രദേശമാണ് കുറ്റിപ്പുറം ടു തൃശൂർ പാതയും കുറ്റിപ്പുറത്തിൽ നിന്ന് നേരെ ഗുരുവായൂർ വഴി പോകുന്ന നമ്മുടെ NH നാഷണൽ ഹൈവേ 6 പാത. രണ്ടും ഒരേ സമയം പ്രഖ്യാപിക്കുക, ഒരേ സമയം പണി ആരംഭിച്ചതാണ് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ കുറ്റിപ്പുറം പാലത്തിന് സമാന്തരമായി പാല നിർമ്മാണം നിർമ്മിച്ച് ഗുരുവായൂർ വരെയുള്ള 6 പാതയുടെ 75% പൂർത്തീകരിച്ചിട്ടുണ്ട്. അതേസമയത്ത് 218 കോടി രൂപയുടെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള കുറ്റിപ്പുറം തൃശൂർ പാത, അപ്പൊ സുരേഷ് ബാബു സാറൊക്കെ തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുന്ന ആളാണ്, അദ്ദേഹം അറിയാം. അത് തൃശ്ശൂർ ടു തൃശ്ശൂരിന്റെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള മുണ്ടൂർ ഒരു 10 കിലോമീറ്റർ ആണ്. ആ 10 കിലോമീറ്റർ മേഖലയിൽ നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതുവരെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇതാണ് പറഞ്ഞത്. ഒരേ സമയം അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ 2 പോയിന്റ് ഒരേ സമയം വികസന പ്രവർത്തനം നടക്കുന്ന, സമാന്തരമായി നടക്കുന്ന 2 പദ്ധതികളാണ്. അപ്പൊ ഞാൻ പറയും കിഫ്ബി പോലെയുള്ളതിൽ നിന്ന് പണം അനുവദിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന നേരത്തെ പണം അനുവദിക്കണമെങ്കിൽ കൃത്യമായി കണക്ക് കൊടുക്കണമല്ലോ. കേന്ദ്ര സർക്കാരിന് ഇപ്പൊ നോക്കിയാൽ മതി, ഇപ്പോൾ തന്നെ ബഡ്ജറ്റിനകത്ത് കേന്ദ്രം ഗ്രാമീണ വികസന റോഡുകൾക്ക് നൽകി പാസ്സാക്കിയിട്ടുള്ള ഫണ്ട് ഉണ്ട്. 1000 കോടി രൂപയുടെ ഫണ്ട് ഉണ്ട്. ആ ഫണ്ട് ലാപ്സാക്കാതെ ഇപ്പോഴാണ് ടാറിംഗ്. നിങ്ങൾ നോക്കിയാൽ മതി, ഈ ഇലക്ഷൻ സമയത്താണ് ഈ ഗ്രാമീണ റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള ടാറിംഗ് നടക്കുന്നത്. ഇത് ഫണ്ട് ലാപ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവസാന നിമിഷമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം എത്രയുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ എല്ലാ ഗ്രാമീണ റോഡുകളുടെയും ടാറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ ഇലക്ഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വർഷത്തെ ഈ ഫണ്ട് ലാപ്സാവാതിരിക്കാൻ വേണ്ടി അവസാന ഘട്ടത്തിൽ റോഡ് ടാറിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോ കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു വികസന നയവുമായി ബന്ധപ്പെട്ടാണ് കേരള പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വികസനവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. നേരത്തെ സുരേഷ് ബാബു പറഞ്ഞല്ലോ 5500 ചില്ലാനം കോടി രൂപ കൊടുത്തു എന്ന്. അത് മനസ്സിലാക്കണം, അത് റോഡ് നിർമ്മാണത്തിനല്ല സാർ. ആ പണം എന്ന് പറഞ്ഞാൽ ആകെയുള്ള, പലരും തെറ്റിദ്ധരിക്കുന്ന പരിപാടിയുണ്ട്, ആകെയുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ 25% ഞങ്ങൾ പണം കൊടുത്തു, അത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ആകെ 25% എന്ന് പറയുന്നത് സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഹിതത്തിന്റെ 25% മാത്രമാണ്. അതാണ് 5000 കോടി രൂപ. അപ്പൊ ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2% തിരിച്ചു വാങ്ങുകയും ചെയ്തിട്ടുണ്ട്.